ആന്ധ്രാപ്രദേശിലെ മാരേഡുമില്ലി മേഖലയിൽ വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ പ്രമുഖ മാവോയിസ്റ്റ് കമാൻഡർ മാർവി ഹിത്മയെ സുരക്ഷാ സേന വധിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നക്സൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. സന്തോഷ് എന്നും അറിയപ്പെട്ടിരുന്ന ഹിത്മ CPI മാവോയിസ്റ്റ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ വ്യക്തിയായിരുന്നു. അവരുടെ ആ ഒരു സർക്കിൾസിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു ഇയാൾ. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന 26 ആക്രമണങ്ങൾക്ക് ഇയാൾ ഉത്തരവാദിയാണെന്നാണ് കണ്ടെത്തൽ. വർഷങ്ങളായി കസ്തർ ഛത്തീസ്ഗഡ് മേഖലയിൽ ഇയാൾ ശക്തമായ ഒരു ഗറില്ല ശൃംഖല തന്നെ കെട്ടിപ്പടുത്തിരുന്നു. ഇത് കാരണം ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന തീവ്രവാദികളിൽ ഒരാളായി ഹിത്മ മാറിയിരുന്നു. ഇന്ത്യയെ 2026 മാർച്ച് 31-നകം നക്സൽ മുക്തമാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറച്ച പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം. മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ ഒരു അവസാനവട്ട പോരാട്ടത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. 2026 മാർച്ച് 31-നകം മാവോയിസത്തെ ഇല്ലാതാക്കാൻ സുരക്ഷാ സേന വിട്ടുവീഴ്ചയില്ലാത്തതും നിർദ്ദയവുമായ ഓപ്പറേഷനുകൾ നടത്തുകയാണെന്ന് CRPF മേധാവിയും ആവർത്തിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് അനുസൃതമായി സർക്കാർ ഏകോപിപ്പിച്ച തീവ്ര നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ ശക്തമാക്കുകയും സുരക്ഷാ ക്യാമ്പുകൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മാവോയിസ്റ്റ് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ കീഴടങ്ങുന്ന തീവ്രവാദികളെ പുനരധിവസിപ്പിക്കുന്ന നയവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഹിത്മയുടെ വധം ഒരു നിർണായക വിജയമായാണ് കാണുന്നത്. ഇത് ആഭ്യന്തര തീവ്രവാദികൾക്ക് ഒരു വലിയ തിരിച്ചടിയായി കണക്കാക്കുന്നു. സർക്കാരിന്റെ 2026 സമയപരിധി കേവലം വാചാടോപം മാത്രമല്ല, കൃത്യമായ പ്രവൃത്തികളാൽ പിന്തുണയ്ക്കപ്പെടുന്നതാണ് എന്ന് ഈ സംഭവം അടിവരയിടുന്നു. മാവോയിസ്റ്റ് കേഡർമാർ പിൻവാങ്ങുകയും മുൻ റെഡ് സോണുകളിൽ സർക്കാർ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നീണ്ട യുദ്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് ഇതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.